പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ എല്ലായ്പ്പോഴും കേൾക്കുന്ന ഒരു ചോദ്യമാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന ചോദ്യം. നമുക്കറിയാം, ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത്. എന്നാൽ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പിയായി അറിയപ്പെടുന്നത് ആരാണ്? പലപ്പോഴും ഈ ചോദ്യം നമ്മൾ തെറ്റായി വായിക്കുകയും അല്ലെങ്കിൽ തെറ്റായി മനസ്സിലാക്കുകയും ഉത്തരം തെറ്റിപ്പോവുകയും ചെയ്യാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ ആത്മാവ് എന്നാണ് നെഹ്റു വിശേഷിപ്പിച്ചത്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് KM മുൻഷി വിശേഷിപ്പിച്ചതും ഭരണഘടനയുടെ ആമുഖത്തെയാണ്. 1976 42ാം ഭേദഗതിയിലാണ് ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ട ഒരു സാഹചര്യമുണ്ടായത്. ഒരിക്കൽ മാത്രമാണ് ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് 1976 42ാം ഭേദഗതിയിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. ഏണസ്റ്റ് ബാർക്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ താക്കോൽ എന്നാണ്. നേരത്തെ KM മുൻഷി വിശേഷിപ്പിച്ചത് നാം പറഞ്ഞു, ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പിയായി അറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റു തന്നെ വിശേഷിപ്പിച്ചത് ആമുഖം ഭരണഘടനയുടെ ആത്മാവാണ് എന്നായിരുന്നു. ഇനി ഭരണഘടനയുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ഒരു ശില്പിയെ കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതായത് ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ, ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു, ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഭരണഘടനയുടെ 3ാം ഭാഗത്തിലാണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങളിലാണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ 6 ഭരണഘടന നിലവിൽ വരുമ്പോൾ ഇത് 7 ഉണ്ടായിരുന്നു. പിന്നീട് 1978 44ാം ഭേദഗതിയിലൂടെ ഒഴിവാക്കപ്പെട്ട ഒരു മൗലികാവകാശം സ്വത്തവകാശമാണ്. നിലവിൽ ഭരണഘടന ഉറപ്പു നൽകുന്നത് 6 മൗലികാവകാശങ്ങളാണ്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇനി ഭരണഘടനയുമായി ബന്ധപ്പെട്ട അധ്യക്ഷ പദവി പലപ്പോഴും ആശയക്കുഴപ്പമുണ്ടാക്കാറുള്ള ഒരു മേഖലയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പരമാധികാര സഭ ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. എന്നാൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ഭരണഘടനാ കരട് നിർമ്മാണ കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ഡോക്ടർ BR അംബേദ്കർ. അതുകൊണ്ടാണ് അദ്ദേഹം ഭരണഘടനയുടെ ശില്പി എന്ന പേരിൽ അറിയപ്പെട്ടതും. ഭരണഘടനാ നിർമ്മാണ സമിതി അംഗങ്ങൾ ഒപ്പുവെച്ചത് 1950 ജനുവരി 24 എന്നാൽ ഭരണഘടനാ ദിനം അഥവാ സംവിധാൻ ദിവസ് ആയി ആചരിക്കപ്പെടുന്നത് നവംബർ 26. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത്. 1949 നവംബർ 26, ഒപ്പുവെച്ചത് 1950 ജനുവരി 24. ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പം വരാൻ സാധ്യതയുള്ള ചില വിവരങ്ങളാണ് ഈ ക്ലാസ്സിൽ പങ്കുവച്ചത്. ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വാക്കുകൾ കേട്ടതിന് നിങ്ങൾക്ക് നന്ദി.